തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ചർച്ചയൊക്കെ പാരഡി ഗാനത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് CPMന്റെ തന്ത്രം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹിറ്റായ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കുന്ന പഴുതുകളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇപ്പോൾ സൈബർ പോലീസ് വിംഗ്. തിരുവനന്തപുരം സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് കൂടിയാലോചനകൾ നടക്കുന്നത്. തിരുവാഭരണപാത സംരക്ഷണ സമിതിയാണ് പരാതി നൽകിയത്. തിരുവാഭരണപാത സംരക്ഷണ സമിതി പരാതി DGPക്ക് കൈമാറി. ആ പരാതി DGP ADGPക്ക് കൈമാറി. ADGP സൈബർ ഓപ്പറേഷൻ വിങ്ങിന് കൈമാറി. സൈബർ ഓപ്പറേഷൻ വിങ് അത് കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിരിക്കുകയാണ്. പോലീസ് ആസ്ഥാനത്ത് ഒരു പകൽ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് വിവാദ പാരഡി ഗാനത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. BNS 299, 353 1C വകുപ്പുകളാണ് FIR ചേർത്തിരിക്കുന്നത്. അതായത് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിനാണ് കേസ്. ഈ FIRൽ 4 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതായത് ഈ അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ പാരഡി ഇറക്കാൻ അണിയറയിൽ പ്രവർത്തിച്ച 4 പേരുമാണ് കേസിലെ പ്രതികൾ. ഒന്നാം പ്രതിയായി കുഞ്ഞബ്ദുള്ളയാകണം ഉദ്ദേശിച്ചത് കുഞ്ഞുപിള്ള എന്നാണ് FIRൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാം പ്രതി ഡാനിഷ് മലപ്പുറമാണ്. മൂന്നാം പ്രതി CMS മീഡിയയാണ്. നാലാം പ്രതി സുബൈർ പന്തല്ലൂരാണ്. FIRൽ പറഞ്ഞിരിക്കുന്ന കുറ്റാരോപണം ഇങ്ങനെയാണ്: ഈ 4 പേരും ചേർന്ന് ഈ പാട്ട് രചിച്ച് തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതിലൂടെ മതസ്പർദ്ധയും മത അവഹേളനവും ഉണ്ടാക്കി. ശരണകീർത്തനത്തെയും അയ്യപ്പ മന്ത്രത്തെയും അവഹേളിക്കാൻ ശ്രമിച്ചു. ഇതിലൂടെ സമൂഹത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു. മതസ്പർദ്ധ വളർത്തിയതിനും മത അവഹേളനം നടത്തിയതിനുമാണ് 4 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി 4 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വരും ദിവസങ്ങളിലുണ്ടാകും. തിരുവാഭരണപാത സംരക്ഷണ സമിതി ഭാരവാഹിയും റാന്നി സ്വദേശിയുമായ പ്രസാദ് കുഴിക്കാലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതി ഉന്നത ഓഫീസർമാരിൽ നിന്നാണ് ഫോർവേഡ് ചെയ്ത് കിട്ടിയതെന്നും FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രസാദ് കുഴിക്കാല ഈ പരാതിയിൽ ഉറച്ചു നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പരാതിയിൽ പങ്കില്ല എന്നാണ് തിരുവാഭരണപാത സംരക്ഷണ സമിതിയിലെ ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ? ആചാരത്തെ സംരക്ഷിക്കാനാണോ? എന്നാൽ പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ CPM. നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ പരാതിയാണ്. പണ്ട് സമാനമായ അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ പാരഡി ഇറക്കി കരുണാകരനെതിരെ പ്രചരണം നടത്തിയ CPM നിലപാടിനെ ചൂണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിരോധം. ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിന് കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തി ഗാനം ഉപയോഗിച്ചൊരു പാരഡി CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കൈരളിയിൽ 2 അറിയപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് പാടിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് ചെയ്യാൻ തരാം. നോക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പഴയ കാര്യം കൂടെ ഓർക്കണം. പാട്ടിലൊന്നും പാർട്ടി അലിഞ്ഞു പോകില്ലെന്നാണ് EP ജയരാജന്റെ പക്ഷം. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു 10 വോട്ട് കിട്ടാൻ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. അതൊന്നും ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. ഏതായാലും കേസ് വന്നാലും കുലുക്കമില്ല എന്നാണ് പാട്ട് തയ്യാറാക്കിയവരും പാടിയവരുമൊക്കെ പറയുന്നത്. അങ്ങനെ വർക്ക് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്ക് എനിക്ക് തരില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ ഇവരെല്ലാവരും കൂടെ ഉണ്ട്. അതേസമയം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രചരണത്തിന് ഈ പാട്ട് ഉപയോഗിച്ച BJP മതവികാരം വ്രണപ്പെട്ടുവോ എന്ന കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്.